ഹലോ, ഇന്ന് നമുക്ക് കരിമണി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. ഗിയർ ലോക്ക് വേണം, പിന്നെ ഈ ഒരു കൊളുത്ത് വേണം. ഈ ഒരു കൊളുത്ത് നമുക്ക് വേണമെങ്കിൽ ഹൂക്ക് ടൈപ്പുള്ള കൊളുത്തും ഇടാം. ഈ ഒരു കൊളുത്താണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് കൊളുത്ത് വേണം. ഇതെല്ലാം മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഗോൾഡൻ കളർ വരുന്നതെല്ലാം മൈക്രോ പ്ലേറ്റഡ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ബീഡ് ക്യാപ്പ് വേണം, ക്രിസ്റ്റൽ ബീഡ്സ് വേണം, പിന്നെ കണ്ണി ചെയിൻ വേണം. കണ്ണി ചെയിൻ നമ്മൾ എടുക്കുന്നത് എക്സ്ട്രാ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേസ്ലെറ്റിൽ. പിന്നെ ഗിയർ വയർ വേണം. പിന്നെ നമ്മുടെ ഗിയർ ലോക്ക് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോസ് പ്ലെയർ വേണം. ഞാൻ ഇവിടെ റൗണ്ട് നോസ് പ്ലെയറാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കണ്ണി ചെയിനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്ലെയർ വേണം. ഈ ഒരു പ്ലെയറാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഞാനിത് എടുക്കുന്നതൊക്കെ ചെറിയ ഒരു ടൈപ്പ് വരുന്ന പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സിസർ വേണം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗിയർ വയർ എടുത്തതിന് ശേഷം അതിലേക്ക് ഈ ബീഡ് ക്യാപ്പ് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ക്രിസ്റ്റൽ ബീഡും ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത് നമ്മുടെ ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ കാണിക്കുന്ന പോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. കസ്റ്റമറിന് ഈ ഒരു മോഡലാണ് നമ്മുടെ ബ്രേസ്ലെറ്റ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കണ്ണി ചെയിൻ എക്സ്റ്റൻഷൻ കൊടുക്കാൻ വേണ്ടി കണ്ണി ചെയിൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 6 എണ്ണം വരുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ പ്ലെയർ വെച്ചിട്ട് അതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ലോക്ക് ഇടുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗിയർ വയറിനകത്തോട്ട് 2 ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ കുറച്ചും കൂടെ ഒരു സെക്യൂറിന് വേണ്ടി 2 ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ കണ്ണി ചെയിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കണ്ണി ചെയിൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗിയർ ലോക്കിനകത്തോട്ട് ഗിയർ വയർ ഇട്ട് കൊടുത്തതിന് ശേഷം വലിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ വെച്ചിട്ട് നമുക്ക് കൺഫ്യൂഷനായിട്ട് ആദ്യം തോന്നും. പക്ഷെ നല്ല എളുപ്പമുള്ളൊരു പ്രൊസീജിയറാണ് കേട്ടോ. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നും. പിന്നെ ചിലപ്പോൾ ഇത് കാണുമ്പോഴുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഇത് മറ്റേ സൈഡും ഇടുന്ന ലോക്ക് ഇടുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും. ഇതുപോലെ നമ്മുടെ ഗിയർ ലോക്ക് അവിടെ വലിച്ചു കൊടുത്ത് സെക്യൂർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോസ് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നോളും. ഇത് നീങ്ങത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ സെക്യൂറായിട്ട് ഇരുന്നോളൂ. ഇനി ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ സൈഡ് റിങ് ആണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. സൈഡ് റിങ് നമ്മുടെ കൊളുത്തിടാൻ വേണ്ടിയിട്ടുള്ള സൈഡ് റിങ് എടുത്തിട്ടുണ്ട്. സൈഡ് റിങ് ഗിയർ വയറിനകത്തോട് ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെയാണ് സൈഡ് റിങ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഗിയർ ലോക്കിനകത്തോട് നമ്മുടെ ഗിയർ വയർ ഇട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റ് വെച്ചിട്ട് നമുക്ക് വലിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് ഇത് വലിച്ചു കൊടുത്ത് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കത് വലിച്ചു കൊടുക്കുമ്പോൾ അറിയാമല്ലോ, ചെറിയ ഒരു സെക്യൂറായിട്ട് ഇരിക്കുന്ന രീതിയിലൊന്നും നമ്മൾ ഇതുപോലെ അങ്ങ് വലിച്ചെടുത്ത് കൊടുത്താൽ മതി. ചില ഭയങ്കരമായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നോർമലായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നോസ് പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം 2 സൈഡ് നമ്മളിവിടെ ഏകദേശം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ലോക്ക് നമുക്ക് ആ സൈഡ് റിങ്ങിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നമുക്ക് റീസെയിലായിട്ട് നമുക്കിത് ഒരു ചെറിയൊരു ബിസിനസ് നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ച് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.